സംസ്ഥാന ഗവൺമെൻറ് ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായ ഭിന്നതയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച നടത്തി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും അത്തരമൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഭിന്നതയുള്ള പ്രശ്നങ്ങളിൽ എന്താണ് കുറവുകൾ എന്നുള്ളത് നോക്കി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ലോകത്താകമാനം മാറി വരികയാണ്. ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഉയർന്നു വരുന്ന ഈ മാറ്റത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയാതെ വരും. അത്തരം സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർവകലാശാല സംബന്ധിച്ചിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത്. ഭിന്നതയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സംഘടനകൾക്ക് അവിടെ നിലപാട് പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാം പരിശോധിച്ച് ചർച്ചകളിലൂടെ വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് നമ്മൾ പൊതുവെ സ്വീകരിക്കുന്നത്. മുന്നണിയിലെ ഒരു കക്ഷിയിൽ അടി തീരുന്നില്ല. NCP ചാക്കോ രാജിവെക്കുന്നു, തോമസ് കെ തോമസ്. ആര് ചാക്കോ? ഏത് ചാക്കോ? ഏടെ രാജിവെക്കുന്നു? സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് NCPന്റെ മുന്നണിയിലെ ഒരു കക്ഷി എന്ന നിലയിൽ അവരുടെ ഒരു പാർട്ടി എടുക്കുന്ന നിലപാടിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. PC ചാക്കോ അവരുടെ NCPന്റെ പ്രസിഡന്റ് സ്ഥാനമാണല്ലോ താങ്കൾ ഉന്നയിച്ചത്. അതവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം. അത് അവരുടെ പാർട്ടി തലത്തിൽ തന്നെ ആലോചിക്കേണ്ടതാണ്. ഞങ്ങളുടെ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിഗണനയിൽ വരേണ്ടുന്ന ഒരു വിഷയമല്ല. 19 LDF യോഗത്തോടുകൂടി മഞ്ഞില്ലല്ലോ. CPI മഞ്ഞിലാണ്, RJD മഞ്ഞിലാണ്. അതെല്ലാം പുറത്ത് സൃഷ്ടിക്കുന്ന വാർത്തകളല്ല. എല്ലാ പാർട്ടികളുടെയും അഭിപ്രായത്തിന് വില കൽപ്പിച്ചുകൊണ്ടുള്ള സമീപനമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ, അഭിപ്രായങ്ങളുടെ വ്യത്യാസമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരസ്പര കൂടിയാലോചനയിലൂടെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണുക എന്നുള്ള നിലപാട് ഇത് ഒരു പാർട്ടിയല്ലല്ലോ, വിവിധ പാർട്ടികളാണ്. അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ, പാർട്ടിയുടെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച ഒരു ഏകീകരിച്ച അഭിപ്രായത്തിലേക്ക്. ഈ വന്യജീവി ആക്രമണത്തിൽ വനമന്ത്രി രാജിവെക്കണം എന്നാണ് താമരശ്ശേരി ബിഷപ്പും കാഞ്ഞിരപ്പള്ളി ബിഷപ്പും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതൊരു അഭിപ്രായമല്ല. ആ അഭിപ്രായത്തോട് ഗവൺമെന്റിന് യോജിപ്പില്ല. വനം ഈ വന്യജീവി ആക്രമണം എന്നുള്ളത് മനുഷ്യ സമൂഹം നേരിടുന്ന ഒരു ഗൗരവമായ പ്രശ്നമാണ്. അതിന് അർഹമായ പരിഹാരം ഉണ്ടാക്കേണ്ടതിന് വനം വകുപ്പ് ഇന്നലെ തന്നെ ചില പ്രത്യേക സംവിധാനങ്ങൾ ഈ വന്യജീവി ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്താ യഥാർത്ഥത്തിൽ പ്രശ്നം? 1972 വന നിയമത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്കും കൃഷിക്കും കൂടുതൽ സംരക്ഷണം കൊടുക്കാൻ കഴിയുക. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് 72 നിയമത്തിൽ ഒരു ഭേദഗതിയും വരുത്തില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഒരു വെല്ലുവിളിയാണിത്. ഈ പുതിയ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ച് എങ്ങനെ ഈ കാര്യങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചൊരു നിലപാടിലേക്ക് എത്തണം. ജനങ്ങളുടെ പ്രക്ഷോഭവും ഈ പ്രശ്നങ്ങളിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വനമന്ത്രി പ്രതികരിച്ച് ബിഷപ്പുമാര് പ്രത്യേക ആശ്വാസം നൽകാൻ സിദ്ധിയുള്ളവരാണ്, പക്ഷെ അങ്ങനെ അല്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. അതിൽ സംശയമുണ്ടെന്നാണ് വനമന്ത്രി ബിഷപ്പ്. അല്ല, അത് വനം വകുപ്പ് മന്ത്രിയോട് ചോദിക്കുക. വനം വകുപ്പ് മന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. അത് അദ്ദേഹവുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ എന്നിട്ട് അഭിപ്രായം ഉണ്ടാക്കി. അപ്പോൾ അത് നിനക്ക് ചെയ്യാം. ഈ സർവകലാശാല വിഷയത്തിലെ ഈ നേരത്തെ ശക്തമായ സമരം അന്നത്തെ നിലപാടിന്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. അതിലിപ്പോൾ TP ശ്രീനിവാസനെ പോലുള്ള ഒരാളെ തല്ലി ആ സമരത്തോട് മാപ്പ് പറയണം എന്നുള്ളതാണ് പലരും ഇപ്പോൾ പറയുന്നത്. അത്തരമൊരു സമരരീതി ശരിയാണ്. അത് പരിശോധിച്ചതിന് ശേഷം പറയാം.